എന്തായാലും ഇത് വന്നു കയറിന് ശേഷം എല്ലാവർക്കും നല്ല കോളാ. ഞാൻ പറഞ്ഞില്ലേ സാറേ, ഓരോരുത്തർക്കും വേണ്ടത് അവരവരുടെ നിലനിൽപ്പാ. അതിനെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ഉത്തരവാദിത്വം തീർന്നു. ഇനി അനുഭവിക്കേണ്ട ഇവിടെ ഉള്ളവരാ. കുഞ്ഞിനെ എടുക്കാനോ പരിചരിക്കാനോ പിന്നെ അതുപോലെ പാല് കൊടുക്കാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. മോള് എന്റെ കൂടെ ഉള്ളത് അതാണ് നല്ലത്. കൂടുതൽ സ്ട്രെയിൻ വരുന്നില്ലല്ലോ. ശരീരത്തിന് അനക്കം തട്ടാതെ കുറച്ചു ദിവസം കിടക്കട്ടെ. കൂടുതൽ ശാരീരിക സംസാരിക്കാനോ അനുവദിക്കണ്ട. പഴയ കാര്യങ്ങൾ ഓർക്കാനുള്ള അവസരം ഉണ്ടാക്കണ്ട. ഏത് മരുന്നും ഫലിക്കണമെങ്കിൽ അത് സ്വീകരിക്കുന്ന ആളിന്റെ മനസ്സും ശരീരവും അതിന് തയ്യാറാകണം. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ. എനിക്ക് റൗണ്ട്സിന് പോകാൻ നേരമായി. ശരിയെന്നാ. ഞാനൊന്ന് ശാരികയെ കാണട്ടെ. ദേ, ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ശാരികേച്ചി, ചേച്ചി കരയാണോ? പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് എന്നാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാനാവുക? ഇതിപ്പോ ഒരാഴ്ചക്കുള്ളിൽ എല്ലാം ഭേദമാവുന്ന ഡോക്ടർ പറഞ്ഞേ. വെറുതെ പറയുന്നത്. എനിക്കറിയാം ഈ കിടക്കയിൽ തന്നെ ഞാൻ കിടക്കേണ്ടി വരുമെന്ന്. കുറെ കഴിയുമ്പോ ഈ ശരീരം പൊട്ടി ഒലിക്കാൻ തുടങ്ങും. അപ്പൊ പിന്നെ സ്വന്തക്കാരും ബന്ധം പറഞ്ഞു വരുന്നവരൊക്കെ അകലും. ചേച്ചി, ഒടുവിൽ ഞാൻ ഏതെങ്കിലും ഒരു മുറിക്കുള്ളില് ഒറ്റപ്പെടും. അവിടം കൊണ്ട് ഞാനങ്ങ് ഒടുങ്ങും. എന്തിനാ ചേച്ചി ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നേ? ഡോക്ടർ ദേ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കരുതെന്ന്. എന്റെ ശരീരത്തിൽ തനിയെ ചലിപ്പിക്കാൻ പറ്റുന്നത് എന്റെ നാവ് മാത്രം. അതും കൂടി തടസ്സപ്പെടുത്തുകയാണോ? ചേച്ചി ദേ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വെക്കണ്ട. നോക്ക്, ചേച്ചി തളർന്നു കിടക്കൊന്നുമല്ല. ഇതിപ്പോ ഇവിടെ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള റെസ്റ്റാ. അങ്ങനെ കണക്കൂട്ടിയാ മതി. നോക്കിയേ, ഒരാഴ്ച കഴിഞ്ഞാൽ ചേച്ചിക്ക് ഞങ്ങളെപ്പോലെ നടക്കാനും ഇരിക്കാനും ഒക്കെ കഴിയും. വെറുതെ ഇങ്ങനെ ആലോചിച്ച് മനസ്സ് സങ്കടപ്പെടുത്താതിരുന്നാ മതി. എന്റെ സങ്കടം അതെന്നെ വിട്ട് എങ്ങനെ മാറാനാ? എന്റെ മോള്, അവളെ ഒന്ന് എടുക്കാനോ താലോലിക്കാനോ എനിക്ക് കഴിയുന്നുണ്ടോ? ദേ, മോള് സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇവൾക്കേ ഒരു കുഴപ്പമില്ല. ഇവയ്ക്കിപ്പോ പഴയ പോലെ കരച്ചിലുമില്ല. അച്ഛൻ എങ്ങനെ കുഞ്ഞിനെ നോക്കുന്നു ചിന്തിച്ച് ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അതാ പറഞ്ഞ മോളുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പപ്പയ്ക്കും സത്യയ്ക്കും ഒപ്പം സന്തോഷത്തോടെയാ മോള് നിൽക്കുന്നത്, അല്ലേ? അവരോടൊപ്പം കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? കുറുമ്പത്തിയാണോ ഇവള്? അതോ രാജീവേട്ടനെ പോലെ ദേഷ്യക്കാരിയാണോ? ദേ, മിടിക്കുക. ചേച്ചിയെ പോലെ തന്നെ മോൾക്ക് നല്ല സ്നേഹമുണ്ട്. പപ്പയും സത്യമൊക്കെ വലിയ കാര്യ. അങ്ങനെ ആവട്ടെ. അവിടെ ജീവിക്കാനാണ് അവൾക്ക് യോഗമെങ്കിൽ നമ്മളെ പോലെ സ്നേഹത്തോടെ അവളും വളരട്ടെ. നമ്മുടെ അമ്മ നമ്മളെ 3 പേരെയും വളർത്തിയതുപോലെ നീയും വളർത്തണം 3 പെൺമക്കളെ. എന്റെ ഭാഗ്യം കൂടി നിനക്കിരിക്കട്ടെ. ഒരാളുടെ ഭാഗ്യവും ഒരാൾക്കും പോകുന്നില്ല. ചേച്ചിയുടെ മോള് ചേച്ചിയുടെ ഒപ്പം തന്നെ വളരും. ചേച്ചിയെ അമ്മേന്ന് വിളിച്ച് തന്നെ അവള് വളരും. ഇനിയുള്ള ചേച്ചിയുടെ ജീവിതം ഇവളുടെ ഭാവി കൂടി കണ്ടിട്ടാവണം. ചേച്ചി ചേച്ചി ഒന്നും കൊണ്ടും ടെൻഷൻ ആവണ്ട. ശാരി ചേച്ചി സുഖമായിട്ട് വരുന്നത് വരെ ചേച്ചിയുടെ മോള് ദേ എന്റെ കയ്യിൽ സുരക്ഷിതയായിരിക്കും. പോരെ?
എന്തിനാടോ കുഞ്ഞിങ്ങനെ നടന്ന് കരയുന്നേ? അതിന്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സാറേ. ഇനി വരാൻ പോകുന്നതങ്ങ് അനുഭവിക്കുക. സാറേ ഊണെടുത്തു. ഓ, എനിക്കങ്ങ് വേണ്ട. എനിക്കെന്തെങ്കിലും കഴിക്കണമെങ്കിലേ ഒരല്പം മനസ്സമാനത്തോടെ കഴിക്കണം. ഈ കരച്ചിലിന്റെ ബഹളത്തിനൊക്കെ ഇടയ്ക്കിരുന്ന് എങ്ങനെ കഴിക്കാനാ? ഞാൻ പാലെടുത്ത് കൊടുക്കാം, അപ്പൊ കരച്ചിൽ മാറും. അല്ല പൊന്നി, നിന്നെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ ഈ ചെയ്യുന്നത്? ഈ അടുക്കള പണി കൊച്ചിന്റെ നോട്ടവും രണ്ടും കൂടി ഒന്നിച്ച് നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുന്ന പോലൊക്കെ ചെയ്യാൻ പിള്ളച്ചേട്ടാ. നമുക്ക് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പാലെടുത്ത് കൊടുത്തു നോക്കട്ടെ. എന്തായാലും ഇത് വന്നു കയറിയതിനു ശേഷം എല്ലാവർക്കും നല്ല കോളാ. ഞാൻ പറഞ്ഞില്ലേ സാറേ, ഓരോരുത്തർക്കും വേണ്ടത് അവരവരുടെ നിലനിൽപ്പാ. അതിനെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ഉത്തരവാദിത്വം തീർന്നു. ഇനി അനുഭവിക്കേണ്ട ഇവിടെ ഉള്ളവരാ. ഓ, ഞാനൊന്നും പറയുന്നില്ല, അനുഭവിച്ചോ. ഞാനെന്തെങ്കിലും പറഞ്ഞ അതേ പിന്നെ ഉണ്ടാവൂ. ബാക്കിയുള്ളവരെല്ലാം പുണ്യാളന്മാരും. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇതിനെ ഇവിടെ നിർത്തിക്കൊണ്ടുപോകാനാണ് ഭാവമെങ്കിൽ ഇവിടെ ഉള്ളവരെ ഇത്തിരി പാടുപെടും. നീ ഇതെങ്ങോട്ട് പോവാ? പാല് കൊടുക്കാൻ. സാറിപ്പോ കഴിക്കുന്നുണ്ടോ? ആദ്യം എന്റെ കരച്ചിലൊന്ന് അവസാനിപ്പിക്കേ. ചെല്ല്. പൊന്നിയാന്റി അവിടെ ഇരുന്ന് ഞങ്ങക്ക് വാവേനെ കാണാൻ പറ്റുന്നില്ല. ഓ, കരയല്ലേ വാവേ? വാവ കരയുന്ന ശബ്ദം കേട്ട് നിങ്ങൾ എടുക്കാൻ വന്നതാ. വാവ കരഞ്ഞ വേഗം ഓടി വന്ന് നോക്കണേ, അല്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറയും. ദേ സത്യ, അവളെന്നെ നോക്കി ചിരിക്കുന്നു. ചേച്ചിമാരാ വാവേ. ഇത് പപ്പി ചേച്ചി, ഞാൻ സത്യ ചേച്ചി. അല്ല, വാവയുടെ പേരെന്താ? അതിനിവൾക്ക് പേരിട്ടിട്ടില്ലല്ലോ സത്യ. അയ്യോ, അപ്പൊ ഇനി വാവേനെ നമ്മൾ എന്ത് വിളിക്കും? എന്താ പപ്പി നമ്മളെ വിളിക്കുക? നമുക്ക് ആലോചിക്കാം സത്യ. ആ, ശാലിന് കുഞ്ഞ് വരുന്നുണ്ട്. മോള് കരയുന്നുണ്ടല്ലോ. കുറച്ചേരായി തുടങ്ങിയിട്ട്. അതങ്ങനെ പെറ്റതള്ളയില്ലല്ലോ. വിധി അല്ല, എന്താ പറയാനാ.